ഹായ് ലൈവ് ഗാർഡൻസിൽ നിന്നാണ്. നമ്മളെല്ലാവർക്കും ഒരു സങ്കടമാണ് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന കറിവേപ്പിലയും തുളസിയും മുല്ലയും ഒക്കെ നല്ലതുപോലെ വളരുന്നില്ല എന്നുള്ള ഒരുപാട് പരാതികൾ നമുക്ക് വരുന്നുണ്ട്. അതിനെല്ലാം പരിഹാരമായിട്ട് ഞാൻ ഈ കാണിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങളത് കണ്ടു നോക്കണം കേട്ടോ. കിസീസിലെ ലൈവ് ഗാർഡൻസിന് വാങ്ങിച്ചു വെച്ച കറിവേപ്പില ഒരു വർഷമായി. ഒരു ആഗ്രഹത്തിന് വാങ്ങി വെച്ചാൽ മൂന്നും നല്ല വലുതായി പൊക്കം വെച്ചിട്ടുണ്ട്. ഒരു വർഷമായിട്ടുള്ളൂ. എത്ര ചൂടായിട്ടും ഒന്നും ആയിട്ടില്ല. നല്ല മുല്ല ചെറുത്ത് വാങ്ങി വെച്ചതായി ഇപ്പോൾ പടർന്ന് വലുതായി ഇതിന്റെ മേലെ കയറാൻ വേണ്ടിക്ക് വെച്ചതാ. തുളസി ഒന്നാ വാങ്ങിച്ചിട്ടുള്ളൂ, അതിൽ നിന്ന് കുറേ ഉണ്ടായിട്ടുണ്ട്. ലൈഫ് ഗാർഡൻസ് കിസീസ് എന്ന് ഇപ്പൊ രണ്ടാമത് നടാൻ വേണ്ടിക്ക് വാങ്ങിച്ചത്. അപ്പൊ വീഡിയോ കണ്ടല്ലോ. അപ്പൊ ഇത് നാട്ടിലല്ല, ഇവിടെയാണ്, യുഎയിലാണ്. ഇനി നല്ലതുപോലെ കറിവേപ്പ് തുളസിയും മുല്ലയും നല്ലതുപോലെ വളരാനായിട്ട് ഒരു സിമ്പിൾ ഫെർട്ടിലൈസർ ഞാനിപ്പോ പറഞ്ഞു തരാം. കഞ്ഞിവെള്ളം. ഈ കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ട് അതില് നാരങ്ങയുടെ തോടിട്ട് വെച്ചേക്കും. അത് ഒരു ദിവസം ഇട്ട് വെച്ചേക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു പുളിപ്പാവുകയും അതിനകത്ത് ഈ നാരങ്ങയിൽ നിന്നും കഞ്ഞിവെള്ളത്തിൽ നിന്നുള്ള അത്യാവശ്യം ചെടികൾക്ക് വേണ്ട എല്ലാ ഓക്സിഡൻസും അതിനകത്ത് വരികയും ചെയ്യും. കഞ്ഞിവെള്ളത്തിലെ അന്നജമാണ് മണ്ണിലെ ബെനിഫിഷ്യൽ ബാക്ടീരിയകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെ വളർച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. ബാക്കി കിട്ടുന്ന പ്രോട്ടീനും വൈറ്റമിനും എല്ലാം ആണ് ചെടി വലിച്ചെടുത്തിട്ടാണ് ചെടി വളരാൻ നല്ല രീതിയിൽ പറ്റുന്നത്. നാരങ്ങയുടെ തോടില് ആന്റി ഓക്സിഡും ഫൈബറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചെടികൾക്ക് മറ്റു രോഗങ്ങളൊന്നും ഉണ്ടാകാതെ ചെടിയെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ നാരങ്ങയുടെ തോട്. ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ ആണത്. അതായത് ഈ പറഞ്ഞ കറിവേപ്പിനും തുളസിക്കും മുല്ലയ്ക്കും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ് ഈ പ്രാന്ത് പിടിച്ചതുപോലെ കാട് പിടിച്ച് വളരും. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് കമന്റ് ചെയ്യുക.